കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2024 കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളാണ്. സ്വദേശ് മെഗാ ക്വിസ്, അക്ഷരമുറ്റം, പ്രതിഭ, ലിറ്റ് സ്കോളർ എന്നീ ക്വിസ് മത്സരങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും നൽകുന്നുണ്ട്. എല്ലാവരും കാണണേ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എത്രാമത്തെ ഒളിമ്പിക്സാണ് 2024 ജൂലൈ 26 പാരീസിൽ തുടങ്ങിയത്? 33ാമത്. ഇന്ത്യയിൽ നിന്ന് 16 ഇനങ്ങളിലായി 117 താരങ്ങൾ പങ്കെടുക്കുന്നു. പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം ലഭിച്ച രാജ്യം ഏത്? ചൈന. ഷൂട്ടിങ്ങിലാണ് ലഭിച്ചത്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് ആര്? മനു ഭാക്കർ. വെങ്കല മെഡലാണ് ലഭിച്ചത്. ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. പാരീസ് ഒളിമ്പിക്സിനു ശേഷം അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്ന് വിരമിക്കുന്ന മലയാളിയായ ഗോൾ കീപ്പർ ആര്? PR ശ്രീജേഷ്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ഇരട്ട മെഡൽ നേടിയതാര്? മനു ഭാക്കർ. ഹരിയാന സ്വദേശിയാണ്. ഇന്ത്യക്ക് വേണ്ടി രണ്ടാമത്തെ മെഡൽ നേടിയത് സരബ്ജോത് സിംഗ്. മൂന്നാമത്തെ മെഡൽ നേടിയത് സ്വപ്നിൽ കുശാൽ. 2024 SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരത്തിന് അർഹനായതാര്? KP രാമനുണ്ണി. ഹൈന്ദവം എന്ന കൃതിക്ക്. 2024 ലോകമാന്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? സുധാമൂർത്തി. എഴുത്തുകാരിയും രാജ്യസഭാ അംഗവുമാണ്. തുടർച്ചയായി 3ാം തവണയും വെനുസലയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് നിക്കോളാസ് മഡുറോ. നേപ്പാളിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? KP ശർമ്മ ഒലി. ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി ആര്? വിക്രം മിശ്രി. 2024 കോപ്പ അമേരിക്ക ഫുട്ബോളിൽ ജേതാക്കളായതാര്? അർജന്റീന. കൊളംബിയയെ 1-0 കീഴടക്കിയാണ് അർജന്റീന ചാമ്പ്യന്മാരായത്. കോപ്പയിൽ അർജന്റീനയുടെ 16ാമത് കിരീടമാണ്. മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയാൻ നടപ്പിലാക്കുന്ന പദ്ധതി യോദ്ധാവ്. 2024 ലേലം ചെയ്യപ്പെട്ട മോഹിനി എന്ന കലാസൃഷ്ടി ആരുടേതാണ്? രാജാ രവിവർമ്മ. രാജാ രവിവർമ്മയുടെ മോഹിനി എന്ന ചിത്രത്തിന് ലേലത്തിൽ ലഭിച്ചത് 17 കോടി രൂപയാണ്. 2024 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വോട്ടിംഗ് ശതമാനം എത്ര? 71.16%. കൂടുതൽ വോട്ടിംഗ് രേഖപ്പെടുത്തിയ ലോക്സഭാ മണ്ഡലം വടകര. 78.08%. 2024 ഏപ്രിൽ 5200 വർഷം പഴക്കമുള്ള ഹാരപ്പൻ വാസസ്ഥലം കണ്ടെത്തിയ കച്ച് ഏത് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്? ഗുജറാത്ത്. ഇന്ത്യയിലെ ലോകകപ്പ് ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി സഞ്ജു സാംസൺ. 3ാമത്തെ മലയാളിയാണ്. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിനിമ ഏത്? മോണിക്ക ഒരു AI സ്റ്റോറി. സംവിധാനം EM അഷ്റഫ്. 2020 ലോകകപ്പ് ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആര്? യുവരാജ് സിംഗ്. നേരത്തെ ക്രിസ് ഗെയിൽ, ഉസൈൻ ബോൾട്ട് എന്നിവരെ നിയമിച്ചിരുന്നു. 2024 ടെന്നീസിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ താരം രോഹൻ ബൊപ്പണ്ണ. പുരുഷ വിഭാഗം വിംബിൾട്ടൺ ഓപ്പൺ ടെന്നീസ് ജേതാവ് കാർലോസ് അൽക്കാരസ്. സ്പെയിൻ താരമാണ്. 2023 24 ജേതാവ് കാർലോസ് അൽക്കാരസ് ആണ്. 2024 വിംബിൾട്ടൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ബാർബോറ കെജ്രിക്കോവ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ ജയിച്ച സ്ഥാനാർത്ഥി ആര്? ശങ്കർ ലാൻവാനി. മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നാണ് ജയിച്ചത്. സംസ്ഥാനത്ത് ആദ്യമായി ഭിന്നശേഷി കുട്ടികൾക്കായി ഗ്രീൻ തെറാപ്പി ഗാർഡൻ സംവിധാനം തയ്യാറാക്കിയ മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഏത് ജില്ലയിലാണ്? കണ്ണൂർ. 2024 ഏപ്രിൽ പശ്ചിമ ബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാളി നടൻ ആര്? ജഗദീഷ് ശ്രീകുമാർ. സജിന സജീവൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ക്രിക്കറ്റ്. മിന്നുമണിക്ക് ശേഷമുള്ള മലയാളി താരം.
ഏത് രാജ്യത്തിൻ്റെ ബഹിരാകാശ പേടകമാണ് സൈക്കി? അമേരിക്ക. ചിഹ്നഗ്രഹമായ സൈക്കി 16ലേക്ക് നാസ പേടകം അയച്ചത് 2023 ഒക്ടോബറിലാണ്. അറബ് സാഹിത്യത്തിനുള്ള 2024 അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചതാർക്ക്? ഖാസിം ഖൻഡാഗ്ജി. കേരള സംസ്ഥാന ദുരിത നിവാരണ സമിതിയുടെ ചെയർമാൻ ആര്? മുഖ്യമന്ത്രി. 2024 സിൽവർ ജൂബിലി ആചരിക്കുന്ന കേരളത്തിലെ എയർപോർട്ട്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആര്? റഫീഖ് അഹമ്മദ്. 2024 ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ ബ്രിട്ടീഷുകാരൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആര്? കെൻടൺ കൂൾ 18 തവണ. എന്നാണ് കുടുംബശ്രീ ദിനം? മെയ് 17. 1998 മെയ് 17 മലപ്പുറം ജില്ലയിലാണ് ഉദ്ഘാടനം ചെയ്തത്. നടപ്പിലാക്കിയത് ആലപ്പുഴ. യുനെസ്കോ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഏത്? കോഴിക്കോട്. 2024 ജൂൺ 23 മന്ത്രി MP രാജേഷാണ് പ്രഖ്യാപിച്ചത്. GI ടാഗ് പദവി ലഭിക്കുന്ന ആദ്യ വനോൽപ്പന്നം ഏത്? നിലമ്പൂർ തേക്ക്. വനിതാ ക്രിക്കറ്റ് ടീം അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയ രാജ്യം ഏത്? ഇംഗ്ലണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ലൈമറ്റ് ക്ലോക്ക് സ്ഥാപിച്ചത് എവിടെയാണ്? ന്യൂഡൽഹി. 2024 ഭൗമദിനം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ക്ലൈമറ്റ് ക്ലോക്ക് സ്ഥാപിച്ചത്. 2023 അന്തരിച്ച വയനാടിൻ്റെ എഴുത്തുകാരി എന്നറിയപ്പെടുന്നത് ആര്? P. വത്സല. അവസാന നോവൽ ചിത്രലേഖ. ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക സ്വീകരിച്ച ആദ്യ വ്യക്തി അടുത്തിടെ അന്തരിച്ചു. ആരാണ് ആ വ്യക്തി? US-ലെ റിക് സ്ലേമാൻ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ ജയിച്ച സ്ഥാനാർത്ഥി ആര്? ശങ്കർ ലാൽവാനി. മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് മത്സരിച്ചത്. കുട്ടികളെ, നമ്മുടെ ചാനലിൽ 5-7 ക്ലാസ്സുകളിലെ സയൻസ്, സോഷ്യൽ, ഹിന്ദി എന്നീ വിഷയങ്ങളൊക്കെ നൽകുന്നുണ്ട്. കൂടാതെ ഫസ്റ്റ് ടൈം എക്സാമിന് ശേഷം LSS USS ക്ലാസ്സുകളൊക്കെ തുടങ്ങുന്നതായിരിക്കും. ഓരോ ക്ലാസ്സിൻ്റെയും വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. വേണ്ടവർ ജോയിൻ ചെയ്യണേ. Please like and subscribe.